എടി ചായപ്പൊടിയല്ല ഇനിയിപ്പോ എന്താ ചെയ്യാ? ചായപ്പൊടി ഇല്ലെങ്കിലേ ഞാൻ ഇപ്പൊ എന്ത് ചെയ്യാനാണ്? ചായ കുടിക്കണ്ടെന്ന് വെക്കണം. അല്ല പിന്നോട് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? മിറ്റൊക്കെ കണ്ടേ 4 പുറം ചീഞ്ഞഴിഞ്ഞ് കെടുക്കാണ്. എന്തോ ഒരു ചമ്മലേന്നറിയ മിറ്റത്തൊക്കെ ഈ കാറ്റടിച്ചിട്ടേ. ഇനി മഴ തോർന്നല്ലാതെ നേരാക്കാൻ പറ്റുമോ തോന്നണില്ല. ഇൻ്റാളെന്താ ചായപ്പൊടി കൈ പിടിച്ച് നിക്കണ്? എന്താ ഓള് ചാടി കളിച്ചു പോയിന്ന്? അതുമ്മ ചായപ്പൊടി ഇല്ല, ചായപ്പൊടി കഴിഞ്ഞിക്കണ്. ഞാനാണെങ്കിൽ ചായക്ക് വെള്ളം വെച്ചും ചെയ്ത്. എന്റെ കയ്യിലാണെങ്കിൽ 5ന്റെ പൈസ ഇല്ല. അവനാണെങ്കിലോ വീട്ടിലേക്ക് ഇപ്പൊ വല്ലാത്ത സാധനങ്ങളൊന്നും കൊണ്ടല്ലോ ഇല്ല. അതൊന്നും ഇപ്പൊ എൻ്റെ ആള് കാര്യാക്കണ്ട. ഇമ്മയും കുറെ ദിവസമായി പലതും കാണണം കേൾക്കണം. ഒന്നും കണ്ടില്ല കേട്ടില്ല വെച്ചിട്ടേ നടക്കാണ്. എന്തെങ്കിലുമൊക്കെ പറയാൻ നിന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു തലക്കെന്ന് ഇങ്ങോട്ട് പറഞ്ഞു തുടങ്ങേണ്ടി വരും. അതാ പിന്നെ കുറെയൊക്കെ മുണ്ടാതെ നിൽക്കുകയാണ്. എല്ലാ കാര്യങ്ങളെ ഒറ്റക്ക് എന്നുള്ള ചിന്ത ഉള്ളവരെ പെരയിലുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ പലതും കാണേണ്ടി വരും, കേൾക്കേണ്ടി വരും. ചായപ്പൊടിയല്ല അമ്മ പോയി കൊണ്ടുവരാം. ഇമ്മ ഈ പോക്ക് പോവാന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിലെ അധികകാലം നിൽക്കലുണ്ടാവില്ല അമ്മ. അല്ല, എന്റെ മൂത്തച്ഛനെ ഗൾഫ് പോയിട്ടേ ഇതുവരെ ആയിട്ട് പണി ശമ്പളമൊന്നും ആയില്ലേ? പോയിട്ട് ഇപ്പൊ 2-3 മാസം ആവാനായില്ലേ? കാക്ക പോയിട്ടേ ഇതുവരെ 1 രൂപ പോലും ഈ വീട്ടിൽ അയച്ചിട്ടില്ല. എന്തിന്? അതിന്റെ ഭാര്യയെ 3 മാസം ഗർഭിണിയാണ്. അതിന്റെ ചികിത്സക്ക് വരെ ഇതുവരെ പൈസ അയച്ചിട്ടില്ല. അതും അനിയൻ തന്നെ നോക്കണം. നല്ല കഥ. കുടുംബത്തിന്റെ എല്ലാ ചെലവേ നിങ്ങൾ ഇങ്ങനെ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിലേ അവസാനേ ഇങ്ങക്കിച്ചിട്ട് ഒന്നും ഉണ്ടാവില്ല. എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്താൽ മതി. എടി പെണ്ണെ, ഈച്ച് കുറച്ച് കടുംപിടുത്തം പിടിച്ചാൽ മതി. എന്റെ മാപ്പിളിനോട് പറഞ്ഞ്